പ്രപഞ്ചോൽപത്തി, പ്രപഞ്ചശാസ്ത്രം, ദേവന്മാരുടെ വംശാവലി, ദേവതകൾ, രാജാക്കന്മാർ, വീരന്മാർ, മുനിമാർ, നാടോടിക്കഥകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വ്യാകരണം, ധാതുശാസ്ത്രം തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾപ്പെടുന്നതും നർമ്മം, പ്രണയകഥ, അതുപോലെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം തന്നെ ഉൾപ്പെടുന്നതുമായ പുരാതന കാലത്തെ ചരിത്രങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങളാകുന്നു പുരാണങ്ങൾ. ഹിന്ദുമതത്തിൽ അഥവാ സനാതനധർമ്മത്തിൽ പ്രധാനമായും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ടാകുന്നു. അവയെ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയ സാഹിത്യകാരനാകുന്നു ഋഷി വേദവ്യാസൻ. അതിലുൾപ്പെടുന്ന 18 പുരാണങ്ങളും അവയിൽ പ്രതിപാദിക്കുന്ന വസ്തുതകളും എന്തൊക്കെയാണെന്ന് നോക്കിക്കാണാം. ബ്രഹ്മപുരാണം 18 മഹാപുരാണങ്ങളിൽ ഒന്നാമത്തെ പുരാണമാകുന്നു ബ്രഹ്മപുരാണം. അതിനാൽ തന്നെ ഈ മഹത്തായ പുരാണത്തിന് ആദിപുരാണം എന്ന് നാമമുണ്ടാകുന്നു. കൂടാതെ സൂര്യദേവനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉദ്ഘോഷിക്കുന്നതിനാൽ തന്നെ ഈ പുരാണത്തിന് സൗരപുരാണം എന്നും കൂടി ഒരു നാമമുണ്ടാകുന്നു. അവയിൽ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും നിർദ്ദേശിക്കപ്പെടുന്നു. അതായത് ഗോദാവരി നദീതടത്തിലെ ഭൂമിശാസ്ത്രത്തിൻ്റെയും പുണ്യസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതും ഉൽക്കലത്തിലെ, അതായത് ആധുനിക ഒഡീഷയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും ഇന്നത്തെ രാജസ്ഥാനിലെ ചമ്പൽ നദിയുടെ പോഷക നദികളുടെയും വിവരണങ്ങളും, കൂടാതെ വിഷ്ണു, ശിവൻ, ദേവി, സൂര്യൻ എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും പരാമർശിക്കപ്പെടുന്നു. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൻ്റെ ചരിത്രവും ആ നാമത്തിൻ്റെ പൊരുളും അതിൽ വിശദമാക്കുന്നു. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളും, അതായത് സപ്തദ്വീപുകൾ, കൂടാതെ ഉപഭൂഖണ്ഡത്തിൻ്റെയും ഭൂപ്രദേശത്തിൻ്റെയും എല്ലാം തന്നെ പ്രത്യേകതകൾ വിശദമാക്കുന്നു. 24,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പുരാണത്തെ പൂർവഭാഗമെന്നും ഉത്തരഭാഗമെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. അടുത്തതായി പത്മപുരാണം. വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പത്മപുരാണത്തിൽ 55,000 ശ്ലോകങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ സൃഷ്ടിഖണ്ഡം, ഭൂമിഖണ്ഡം, സ്വർഗഖണ്ഡം, ബ്രഹ്മഖണ്ഡം, പാതാളഖണ്ഡം, ഉത്തരഖണ്ഡം, ക്രിയാഖണ്ഡം എന്നീ 7 ഖണ്ഡങ്ങളിലായി വിഭജിച്ചിരിക്കുന്നു അവ. മഹാവിഷ്ണു ഭഗവാന് വളരെയധികം പ്രാധാന്യമുള്ള ഈ പുരാണത്തിൽ ശിവ ആരാധനയുമായും സീതാരാമചരിതവും ധാർമ്മികതയും അതിഥി സൽക്കാരവും യോഗ, ആത്മാവ്, അദ്വൈതം, മോക്ഷം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. അടുത്തതായി വിഷ്ണു പുരാണം. 7,000-ലധികം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ മഹാപുരാണം പേര് പോലെ തന്നെ വിഷ്ണു ഭഗവാന്റെയും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളെയും വ്യക്തമാക്കുന്നു. ഈ പുരാണത്തിൽ പ്രപഞ്ച ഉൽപ്പത്തി ഭഗവാൻ വിഷ്ണുവിൽ നിന്നും ഉണ്ടായതായി പരാമർശിക്കപ്പെടുന്നു. കൂടാതെ ഭഗവാൻ പരമേശ്വരൻ്റെയും ശ്ലോകങ്ങൾ ഇതിൽ കാണപ്പെടുന്നു. അടുത്തതായി ശിവപുരാണം. ജഗത്പാലകനായ ശ്രീ പരമേശ്വരമൂർത്തിയുടെ സത്വത്തെ വിശദീകരിക്കുന്നതും ശ്രീമദ് മഹാദേവന്റെ ജീവിതത്തിലുണ്ടായ സകല കാര്യങ്ങളും ശിവലിംഗത്തിൻ്റെ ഉൽപ്പത്തിയും വിവരങ്ങളും എല്ലാം വിശദമാക്കുന്ന മഹാപുരാണമാകുന്നു ഇത്. 12 സംഹിത, അതായത് അധ്യായങ്ങളാകുന്നു ഇതിനുണ്ടാകുന്നത്. അവ വിന്ദ്വേശ്വര സംഹിത, രുദ്ര സംഹിത, വൈനായക സംഹിത, ഉമാസംഹിത, മാതൃസംഹിത, രുദ്രൈകാദശ സംഹിത, കൈലാസ സംഹിത, ശതരുദ്ര സംഹിത, സഹസ്രകോടി രുദ്ര സംഹിത, കോടി രുദ്ര സംഹിത, വയാവിയ സംഹിത, ധർമ്മസംഹിത എന്നിങ്ങനെയാകുന്നു. അവയിൽ 2,40,000 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നു. അടുത്തതായി ഭാഗവത പുരാണം. ഭാഗവത അഥവാ വിഷ്ണു ഭഗവാന്റെ അനുയായികളെക്കുറിച്ച് വിശദമാക്കുന്ന പുരാണം. ഭഗവാൻ വേദവ്യാസനാണ് ഭാഗവതം എഴുതിയതെന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്നു. 18,000 ശ്ലോകങ്ങൾ അടങ്ങിയ ഭാഗവതത്തിന് 12 അധ്യായങ്ങളും ഉണ്ടാകുന്നു. ഓരോ അധ്യായത്തെയും ഓരോ സ്കന്ധമെന്നാണ് പറയപ്പെടുന്നത്.
അതിൽ ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണാവതാരത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. കാമക്രോധ ലോഭ മോഹാദികളാകുന്ന ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ ഈ നൈമിശാരണ്യമാകുന്ന ദേഹത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ കർമ്മമായ യജ്ഞം ആരംഭിക്കുമ്പോൾ ഈ യജ്ഞകവാടം സാവധാനമെങ്കിലും തത്വാന്വേഷണത്തിനായി വഴി തുറക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് വേദവ്യാസൻ ഭാഗവതം നമുക്കായി സമർപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി നാരദീയ പുരാണം. 6 വേദാംഗങ്ങൾ, മോക്ഷം, ധർമ്മം, ആധ്യാത്മജ്ഞാനം അതായത് സന്യാസ ജീവിതം, പശുപത തത്വചിന്ത, ഗണപതി, നരസിംഹം, ഹയഗ്രീവൻ, രാമൻ, കൃഷ്ണൻ, ഹനുമാൻ, ശിവൻ എന്നിവരുടെ ആരാധനാരീതികളുള്ള ഒരു മഹത് ഗ്രന്ഥമാകുന്നു ഇത്. അടുത്തതായി മാർക്കണ്ഡേയ പുരാണം. 18 മഹാപുരാണങ്ങളിൽ 7ാമത്തെ പുരാണമാകുന്നു ഇത്. മഹാദേവനാൽ മൃത്യുവിൽ നിന്നും രക്ഷിക്കപ്പെട്ട മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയായി തീർന്നു. മഹാപ്രളയകാലത്ത് പോലും അദ്ദേഹം അതിജീവിച്ചു. മാർക്കണ്ഡേയ മഹർഷിയിൽ നിന്നും മഹാപ്രളയകാലത്തിന് ശേഷം പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കപ്പെട്ടത്. ഈ പുരാണത്തിൽ 8000-ലധികം ശ്ലോകങ്ങൾ ഉണ്ടാകുന്നു. അടുത്തതായി അഗ്നിപുരാണം. 18 മഹാപുരാണങ്ങളിൽ ഉൾപ്പെടുന്ന 8ാമത്തെ ഈ പുരാണം ആഗ്നേയപുരാണമെന്നും അറിയപ്പെടുന്നു. 383 അധ്യായങ്ങളും 16,000 ശ്ലോകങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ പുരാണത്തിൽ മതം, ദർശനം, രാഷ്ട്രമീമാംസ, കല, വിവിധ ശാസ്ത്രങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മന്ത്രങ്ങൾ എന്ന് തുടങ്ങി അക്കാലത്ത് ശ്രദ്ധേയമായിരുന്ന സകല വിഷയങ്ങളും സംഗ്രഹരൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അഗ്നിഭഗവാൻ വസിഷ്ഠനോട് ഉപദേശിക്കുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഭവിഷ്യപുരാണം. ഭാവിയെ പറ്റിയുള്ള വസ്തുതകൾ വ്യക്തമാക്കുന്നതിനാൽ തന്നെ പുരാണത്തിന് ഭവിഷ്യം എന്ന നാമം സിദ്ധീകരിച്ചത്. ശങ്കര സംഹിതയിലെ വർഗീകരണമനുസരിച്ച് ഭവിഷ്യപുരാണം 10 ശൈവപുരാണങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു. 16 അധ്യായങ്ങളെ ബ്രഹ്മപർവമെന്ന് വിളിക്കുന്നു. ഇത് മനുസ്മൃതിയുടെ ചില പതിപ്പുകളിൽ നിന്ന് കടമെടുത്ത വാക്യങ്ങളാകുന്നു. 2ാം ഭാഗം മാധ്യമപർവം. തന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാകുന്നു ഇത്. പ്രവചനവുമായി ബന്ധപ്പെട്ട 3ാം ഭാഗമാവുന്നു പ്രതിസർഗപർവം. ഇതിൽ ക്രിസ്തുമതം, ഇസ്ലാം, ഭക്തിപ്രസ്ഥാനം, സിഖ് മതം, മുഗൾ ചരിത്രം, ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ഉത്തരപർവം എന്ന ഗ്രന്ഥത്തിന്റെ 4ാമത്തെ ഭാഗം ഭവിഷ്യോത്തര പുരാണമെന്നും അറിയപ്പെടുന്നു. ബ്രഹ്മവൈവർത്ത പുരാണം. ഈ പുരാണത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹിമയും രാധാകൃഷ്ണ ബന്ധവും വിശദമാക്കുന്നു. കൂടാതെ ശ്രീ ബ്രഹ്മാവിൻ്റെ പരിണാമത്തെയും അതായത് ആദ്യകാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രജാസൃഷ്ടിയും തുടർന്നുള്ള കാര്യങ്ങളും പറയുന്നു. രാധയുടെയും കൃഷ്ണൻ്റെയും ജീവിതകാലത്തിലെ ഐതിഹ്യങ്ങൾ, ആരാധന, പുരാണങ്ങൾ, നാടകങ്ങൾ എന്നിവയാണ് ഈ പുരാണത്തിൽ പറയുന്നത്. ഇതിൽ 18,000 ശ്ലോകങ്ങൾ ഉണ്ടാകുന്നു. അടുത്തതായി ലിംഗപുരാണം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശിവനെയായി ബന്ധപ്പെട്ട പുരാണമാകുന്നു ലിംഗപുരാണം. അതിൽ പ്രപഞ്ചം, പ്രപഞ്ചശാസ്ത്രം, പുരാണം, ഋതുക്കൾ, ഉത്സവങ്ങൾ, ഭൂമിശാസ്ത്രം, തീർത്ഥയാത്ര, ലിംഗത്തിൻ്റെയും നന്ദിയുടെയും രൂപകൽപ്പനയും, സ്തോത്രങ്ങൾ, യോഗയുടെ വിവരണം എന്നിവയെല്ലാം വിശദീകരിക്കുന്നു. ഇതിൽ 163 അധ്യായങ്ങൾ ഉണ്ടാകുന്നു. അടുത്തതായി വാമനപുരാണം. നാരദ മഹർഷി പുലസ്ത്യമുനിയോട് ശ്രീ വിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 5ാമത്തെ അവതാരമാകുന്ന വാമന അവതാരത്തെക്കുറിച്ച് പറയുന്നു. അത് ഭഗവാന്റെ ബാലാവതാരമാണെന്ന് വിശദീകരിക്കുന്നു. വരാഹപുരാണം. 24,000 ശ്ലോകങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ വരാഹമൂർത്തിയുടെയും പൃഥ്വിമാതാവിൻ്റെയും ജനമേജയ മഹാരാജാവിൻ്റെയും വൈശാംബമുനിയുടെയും കഥകൾ വിശദമാക്കുന്നു. അടുത്തതായി സ്കന്ദപുരാണം. ശിവപാർവതി പുത്രൻ സ്കന്ദൻ എന്ന കുമരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനനവും ജീവിതവും പറയുന്നു. 18 മഹാപുരാണങ്ങളിൽ ഏറ്റവും വലിയ പുരാണവും കൂടിയാകുന്നു സ്കന്ദപുരാണം. കൂടാതെ ശിവക്ഷേത്രങ്ങളെക്കുറിച്ചും വ്യാസമഹാമുനി അതിൽ പരാമർശിക്കുന്നു. 7 ഖണ്ഡങ്ങളും 6 സംഹിതകളും അടങ്ങിയിരിക്കുന്ന ഈ മഹാപുരാണത്തിൽ
81,000 ശ്ലോകങ്ങൾ ഉണ്ടാകുന്നു. കൂർമ്മപുരാണം 95 അധ്യായങ്ങളും 17,000 ശ്ലോകങ്ങളുമുള്ള ഈ മഹത് പുരാണം വിഷ്ണു ശിവ സംബന്ധിയായ ഐതിഹ്യങ്ങളും തീർത്ഥാടനം, ബ്രാഹ്മണർ, പുരുഷൻ, പ്രകൃതി, മായ, യോഗ, മോക്ഷം എന്നിവയെക്കുറിച്ചും വിശദീകരിക്കുന്നു. അടുത്തതായി മത്സ്യപുരാണം. വൈവസ്വത മനുവും വിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യവുമായുള്ള സംഭാഷണത്തോടെ പുരാണം ആരംഭിക്കുന്നു. ഇത് നൈമിഷാരണ്യത്തിൽ വെച്ച് സൂത പൗരാണികൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു നൽകിയ പുരാണമാകുന്നു. അടുത്തതായി ഗരുഡപുരാണം. ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെയും അദ്ദേഹത്തിൻ്റെ വാഹനം ഗരുഡന്റെയും സംഭാഷണം പോലെ അവതരിപ്പിക്കപ്പെടുന്ന പുരാണമാകുന്നു ഇത്. പ്രപഞ്ചശാസ്ത്രം, ദൈവങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ വിവരിക്കുന്നു. ധാർമ്മികത, കുറ്റകൃത്യങ്ങൾ, നന്മയും തിന്മയും, ഹൈന്ദവ തത്വചിന്തകൾ, വിവിധ വിദ്യാലയങ്ങൾ, യോഗ സിദ്ധാന്തം, കർമ്മവും പുനർജീവിതവും, സ്വർഗവും നരകവും എന്നിവയെല്ലാം ഇതിൽ വിശദീകരിക്കുന്നു. ഏറ്റവും അവസാനമായ പുരാണമാകുന്നു ബ്രഹ്മാണ്ഡ പുരാണം. രാജവംശങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ലളിതാ സഹസ്രനാമവും നിയമസംഹിതകൾ, ഭരണ സംവിധാനം, നയതന്ത്രം, വ്യാപനം, ധാർമ്മികത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയുമാകുന്നു സനാതനധർമ്മം പറയുന്ന 18 പുരാണങ്ങൾ.